ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലുള്ളൊരു ഫ്ലവർ വൈസ് ആണ്. അപ്പോൾ ഈ ഫ്ലവർ വൈസ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ ചില വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് നമ്മൾ ചിന്നുവിനെ അല്ലേ. അപ്പോൾ ചിന്നും അവരുടെ സിസ്റ്റേഴ്സൊക്കെ കൂടിയിട്ട് ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, സൈൻ ഗേൾസ് കുക്കിംഗ് ആൻഡ് ക്രാഫ്റ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതും കൂടി നിങ്ങൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അടിപൊളി ചാനലാണ്, കുക്കിങ്ങും ക്രാഫ്റ്റും ആണ് അതിൽ കൂടുതലായിട്ടും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുക്കിങ്ങും ക്രാഫ്റ്റ് തന്നെയാണ്. അപ്പോൾ ആ ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതെല്ലാവരും ഒന്ന് കയറി നോക്കാം. അപ്പോൾ ഇന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് ഇതുപോലുള്ളൊരു ഫ്ലവർ വേസാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്കിതിൽ മെയിൻ എന്ന് പറയുന്നത് ന്യൂസ് പേപ്പറാണ്. അപ്പോൾ ഞാനിപ്പോൾ ന്യൂസ് പേപ്പർ എങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ന്യൂസ് പേപ്പർ ഇവിടെ എടുത്തിട്ടുണ്ട്. നമ്മളിത് ന്യൂസ് പേപ്പർ റോളാക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെയുള്ള റോൾസാണ് നമ്മൾ ന്യൂസ് പേപ്പർ കൊണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതിൻ്റെ ഞാനിപ്പോൾ മുമ്പ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസിലും ഇപ്പോൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്ന വീഡിയോസിലൊക്കെ ഞാൻ ഇതിൻ്റെ സ്റ്റിക്കിൻ്റെ ഇത് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒന്നുകൂടി കാണിച്ചു തരാം. ഞാനിപ്പോൾ ആദ്യം ഒരു ന്യൂസ് പേപ്പർ മടക്കിയിട്ട് വീണ്ടും ഒരു ഇതും കൂടി മടക്കും, എന്നിട്ട് വീണ്ടും നമ്മൾ മടക്കും. അങ്ങനെ മടക്കി കഴിഞ്ഞിട്ട് നമ്മൾ ആ നടു ഭാഗം ഇങ്ങോട്ടെടുത്ത് വെച്ചിട്ട് ഒരു പ്രാവശ്യം കൂടി നമ്മൾ മടക്കും. നമുക്ക് ഇഷ്ടമുള്ളത് മടക്കുന്നതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ എന്നിട്ട് ഞാൻ നന്നായി ഇങ്ങനെ അമർത്തി കൊടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ അമർത്തുന്നത് വെച്ചാൽ അവിടെ ലൈൻസ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് ഇങ്ങനെ ലൈൻസ് വന്നില്ലേ, നമുക്കപ്പോൾ ഈക്വലായിട്ട് നമുക്കപ്പോൾ കിട്ടും. അതുകൊണ്ട് ആ ലൈൻസ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ അമർത്തി കൊടുക്കുന്നത്. ഇങ്ങനെ അമർത്തി കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഓരോന്നായി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഒരു പീസ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് കിട്ടാം. ഇനി അതെങ്ങനെയാണ് റോൾ ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ മെലിഞ്ഞ സ്റ്റിക്ക് കൊണ്ടൊക്കെ നമുക്ക് ഇതിങ്ങനെ റോൾ ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷെ ഇപ്പം നമ്മൾ അങ്ങനെ റോൾ ചെയ്യുന്നില്ല. ഞാൻ കൈ കൊണ്ട് തന്നെയാണ് റോൾ ചെയ്യാറുള്ളത്, സ്റ്റിക്ക് ഞാൻ ഉപയോഗിക്കാറില്ല. അപ്പം ഞാനിങ്ങനെ എങ്ങനെയാണ് റോൾ ചെയ്യുന്നത് കണ്ടോളൂ കേട്ടോ. അപ്പം നമ്മൾ ഫുള്ളായിട്ടിങ്ങനെ റോൾ ചെയ്തിട്ട് അവസാനം നമുക്കൊരു പാകം കിട്ടുമല്ലോ, ആ ഭാഗത്ത് നമ്മൾ പശ തേച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ സൈഡിലും പശ തേച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തന്ന ഈ സൈഡിൽ മാത്രം പശ തേക്കും. അപ്പോൾ ഞാൻ പശ തേച്ച് ഒട്ടിച്ചു. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിക്കായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ ഞാനിപ്പോൾ അത് അവിടെ കുറച്ച് സ്റ്റിക്സൊക്കെ ഞാനിവിടെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു 2 സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ 2 സ്റ്റിക്കിൽ പശ തേക്കും. ഒരു സ്റ്റിക്കിൽ പശ തേച്ചാൽ മതി. അപ്പോൾ ഞാനൊരു സ്റ്റിക്കിൽ ഇതുപോലെ ഇങ്ങനെ പശ തേച്ച് കൊടുക്കുകയാണ്. മുഴുവനായിട്ട് പശ തേക്കുക. എല്ലാ സൈഡിലും നമ്മൾ എല്ലാ സൈഡിലല്ല, ഒരു സൈഡിൽ തന്നെ ഫുള്ളും നമ്മൾ പശ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ പശ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആദ്യത്തെ സ്റ്റിക്ക് അതിൻ്റെ കൂടെ ചേർത്ത് ഒട്ടിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. കണ്ടോ, അപ്പോൾ ഞാൻ നന്നായി അമർത്തി കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ അമർത്തി കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് ഒട്ടും. 2 എണ്ണമൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒട്ടി കിട്ടും. എന്നിട്ട് ഇതിങ്ങനെ ഓരോ സ്റ്റിക്കോ ചേർത്ത് വെക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കെല്ലാം ഇതിന് സൈഡിലായി ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ചെയ്തൊരു ഹാഫ് പോർഷൻ ആയിട്ടുണ്ട് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മുഴുവനായിട്ടും ഇത് ചെയ്തെടുത്തു. ഇപ്പോൾ ഇതിൻ്റെ അടിഭാഗം കണ്ടോ, ഒന്ന് മേൾക്കൊന്ന് താഴേക്കൊരു എന്താ പറയുക, ഒരു നീറ്റായിട്ടല്ല നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി കറക്റ്റ് ലൈൻ ആക്കണമെങ്കിൽ നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കണം, ഒന്ന് വരയ്ക്കാം. ഞാനിപ്പോൾ നമുക്ക് കത്രിക കൊണ്ട് വരയ്ക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ചിലപ്പോൾ അത് വളഞ്ഞു പോവുമോ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യും. അപ്പോൾ നമ്മൾ അവ മാർക്ക് ചെയ്തിട്ട് വരയ്ക്കുകയാണെങ്കിൽ അത്രയും നീറ്റായിട്ട് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ഭാഗം മാർക്ക് ചെയ്യുന്നുണ്ട്, കുറച്ചല്ല മുഴുവൻ ഭാഗം ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊരു കത്രിക ഉപയോഗിച്ചിട്ട് അത് വെട്ടിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ വെട്ടാൻ നിൽക്കുകയാണ്. അപ്പം നമുക്കിനി ഇത് വെട്ടിയെടുത്ത് കഴിയുമ്പോൾ നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇത് മുഴുവനും കട്ട് ചെയ്തെടുത്തു. ഇനി ഞാനിത് ചെയ്യുന്നത് മറ്റേ ഭാഗമാണ്, നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ മുകളിലെ ഭാഗം. അത് നമ്മൾ ലൈൻ വരയ്ക്കേണ്ടത് കൃത്യമായിട്ടുള്ള ലൈനിലല്ല, കുറച്ച് ചെരിഞ്ഞിട്ടുള്ള ഒരു ലൈനിലൂടെയാണ് നമ്മളത് വരയ്ക്കേണ്ടത്. എന്നാലേ നമുക്ക് ഒരു ആ സ്റ്റൈലിൽ നമുക്ക് കിട്ടുള്ളൂ. നിങ്ങൾ ആദ്യം പിക്ചർ കണ്ടല്ലോ, അതുപോലെയുള്ള ആ സ്റ്റൈലിൽ നമുക്ക് കിട്ടണമെങ്കിൽ കുറച്ച് ചെരിഞ്ഞിട്ട് തന്നെ നമ്മൾ വരയ്ക്കണം. അപ്പോൾ ഞാനിവിടെ ചെരിഞ്ഞ് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം വെച്ചാൽ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഞാനൊരു കാർഡ്ബോർഡ് സർക്കിൾ എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ അടിഭാഗത്ത് വെക്കണ്ടേ, നമ്മൾ ഒരു ഓട്ടായ പിന്നെ അവിടെ നിൽക്കില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഒരു കാർഡ്ബോർഡ് സർക്കിൾ എടുത്തിട്ട് അതിൽ നമ്മൾ ന്യൂസ് പേപ്പർ വെച്ച്
ഒട്ടിക്കണം. അപ്പോൾ ഞാൻ ആദ്യം അതിൽ കുറച്ച് പശ ഇങ്ങനെ തേച്ച് കൊടുക്കാം. അപ്പം നമ്മൾ സർക്കിളിൻ്റെ എല്ലാ സൈഡിലും നമ്മളിങ്ങനെ പശ തേച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് പശ തേച്ച് കൊടുക്കാം. എല്ലാ സൈഡിലും പശ തേക്കണം. അപ്പോൾ ഞാൻ അതൊക്കെ അവിടെ സർക്കിളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടോ, നമ്മൾ കട്ട് ചെയ്ത് കണ്ടോ, അടിഭാഗമൊക്കെ നല്ല നീറ്റായി വന്ന് മുകൾ ഭാഗമൊക്കെ നല്ല നീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സർക്കിൾ അതിലൂടെ ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം അതിന് പശ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിങ്ങനെ റോൾ ചെയ്തെടുക്കുകയാണ്. ഇത് ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മളിങ്ങനെ റോൾ ചെയ്തെടുത്തിട്ട് ഞാൻ അങ്ങനെ ചെയ്തു. വേണ്ട, നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫ്ലവർ വേസ് കിട്ടും. നല്ല വൃത്തിയായിട്ട് നീറ്റായി കഴിഞ്ഞാൽ നമുക്കിത് കിട്ടുക. അപ്പോൾ ഈ ഫ്ലവർ വേസ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളാണ്, നമ്മളെ വീട്ടിൽ ന്യൂസ് പേപ്പറൊക്കെ ഉണ്ടാവുന്നതല്ലേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ.